ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു പ്രയാസമുള്ളത്, ഒരു പെശകുള്ളത്, നിലമ്പൂർ മണ്ഡലം ഒരിക്കൽ പോലും ഈ ഘട്ടത്തിൽ UDF മേൽക്കോയ്മയുള്ള മണ്ഡലമല്ല. അത് ഏതൊരു കണക്കുകൾ പരിശോധിച്ചാലും നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. അതൊരു പൊതുവെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ രൂപപ്പെടുത്തുന്ന ഒരു പ്രതീതി നിർമ്മാണമാണ്. കാര്യം മണ്ഡലത്തിൻ്റെ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുണ്ട്. 2008 ശേഷം ഡീലിമിറ്റേഷന് ശേഷം UDF മൃഗീയ ആധിപത്യമുള്ള 2 പഞ്ചായത്തുകളിൽ നിന്ന് മണ്ഡലത്തിൻ്റെ ഭാഗമല്ല. അതുമാത്രമല്ല, ഈ ഡീലിമിറ്റേഷന് ശേഷം ഇവിടെ ബഹുമാന്യനായ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെ 5000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ 8 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ. ആ 8 തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷവും UDF മാറി മാറി ഭരിക്കുന്നതാണ്. സ്ഥായിയായൊരു സ്വഭാവമല്ല. പൊതുവിൽ പറയുന്നത് 8 മണ്ഡലത്തിൽ 3 LDF 5 UDF എന്നാണ് UDF പൊതുവെ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കണക്ക്. ആ കണക്കിൽ ഒരർത്ഥവുമില്ല. അപ്പോൾ ഈ എടക്കര പഞ്ചായത്ത് 12 കൊല്ലം LDF ഭരിച്ച പഞ്ചായത്താണ്, ഇപ്പോൾ UDF ആണ്. മുനിസിപ്പാലിറ്റി ഇപ്പോൾ LDF ആണ്. ചുങ്കത്തറ പഞ്ചായത്ത് ഇപ്പോൾ UDF ആണ്. ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് UDF ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ PV അൻവറുമായി ബന്ധപ്പെട്ട ചില കുതിര കച്ചവടമൊക്കെ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്താണ്.